കളിക്കാവിള കൊലപാതകം പണം തട്ടാനെന്ന നിഗമനത്തിലേക്ക് പോലീസ്. ദീപുവിന്റെ കയ്യിലുണ്ടായിരുന്ന പണത്തിനു വേണ്ടി നടത്തിയ ആസൂത്രിത കൊലയെന്നാണ് കണ്ടെത്തൽ. ആസൂത്രണം നടത്തിയത് അമ്പിളിയും സുനിലും ചേർന്നെന്നും പണം മുഴുവൻ അമ്പിളിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തതായും പോലീസ് അറിയിച്ചു. കൊലപാതകത്തിൽ ദീപുവിന്റെ ഭാര്യ വിധുമോളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയാണ്. വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ഹരി മോഹൻ ചേരുന്നുണ്ട്. ഹരി, പോലീസ് അന്വേഷണത്തിലെ ഇതുവരെയുള്ള കണ്ടെത്തലുകൾ എന്തെല്ലാമാണ്? രേഷ്മ, ഇപ്പോൾ ഇതിൽ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ കൊല്ലപ്പെട്ട ദീപുവിന്റെ ഭാര്യ വിധുമോളുടെ മൊഴിയാണ് കളിക്കാവിള സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. അതായത് ചില കാര്യങ്ങളിൽ വ്യക്തത വേണമായിരുന്നു. അതായത് ഈ ദീപുവും അമ്പിളിയും, അതായത് കൊലപ്പെടുത്തിയെന്ന് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്ന അമ്പിളിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അടക്കം ചില വിവരങ്ങൾ പോലീസിന് തേടേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി ഇപ്പോൾ മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ പണം തട്ടാൻ വേണ്ടിയിട്ടുള്ള കൊലപാതകമാണ് ഇതെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ലഭിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ ആ രീതി അല്ലെങ്കിൽ അക്കാര്യം സ്ഥിരീകരിക്കുന്ന ഒന്നാണ്. കാരണം 7.5 ലക്ഷം രൂപയാണ് ദീപുവിന്റെ കയ്യിൽ കൊല്ലപ്പെടുന്ന സമയത്തുണ്ടായിരുന്നത്. ആദ്യം ഇതൊരു 10 ലക്ഷം രൂപയാണ് എന്നുള്ള തരത്തിലായിരുന്നു മൊഴി ലഭിച്ചിരുന്നത്. അതായത് ഭാര്യയുടെ മൊഴിയൊക്കെ തന്നെ ഈ 10 ലക്ഷം രൂപ എന്നുള്ള നിലയ്ക്കായിരുന്നു. പക്ഷേ 7.5 ലക്ഷം രൂപ മാത്രമായിരുന്നു ദീപുവിന്റെ കയ്യിലുണ്ടായിരുന്നത്. ഈ 7.5 ലക്ഷം രൂപയും അമ്പിളി മുഴുവനായി എടുക്കുകയുണ്ടായി. അതിനുശേഷം ഇന്നലെ രാത്രി നടത്തിയ പരിശോധനയിൽ അമ്പിളിയുടെ മലയത്തെ വീട്ടിൽ നിന്നും ഈ പണം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഭാര്യയുടെ, അതായത് അമ്പിളിയുടെ ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ പണം ഈ കൊലപാതകത്തിന് ശേഷം വീട്ടിൽ കൊണ്ടുവച്ചതാണ് എന്നത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള മൊഴിയിൽ ലഭിച്ചിരിക്കുന്നു. അതായത് പോലീസ് ഇപ്പോൾ ഇതുവരെ നടത്തിയ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇവയാണ്. അതായത് കളിക്കാവിളയിൽ വെച്ചാണ് ഈ കൊലപാതകം നടന്നതെന്ന് നമുക്കറിയാം. ആ കൊലപാതകം നടക്കുന്നത് ദീപുവിന്റെ കാറിൽ വെച്ചാണ്. ഈ കാറിലാണ് ദീപു 7.5 ലക്ഷം രൂപയുമായി ഈ മണ്ണുമാന്തി യന്ത്രം വാങ്ങാനായി പോയത്. ഈ കാര്യത്തെക്കുറിച്ച് നേരത്തെ തന്നെ ഈ അമ്പിളിക്ക് അറിയാമായിരുന്നു. അമ്പിളി ഈ കാര്യം സുനിലുമായി പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പങ്കുവെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പണം തട്ടിയെടുക്കാനുള്ള ഒരു ആസൂത്രണം നടക്കുന്നത്. ആ ആസൂത്രണത്തിന്റെ തുടക്കം സുനിലിൽ നിന്നാണ്. പാറശാല സ്വദേശിയായിട്ടുള്ള സുനിലാണ് അമ്പിളിയോട് ഈ കൊലപാതകം. ഹരി മോഹനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.